അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു വീഡിയോ ആണ്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. കണ്ടതിന് ശേഷം അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ? മലയാളം നാളുകൾ എഴുന്നേറ്റ് പറയാം കൊണ്ട്. മലയാളം നാളെ. അയ്യോ കേട്ടിട്ടില്ല. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, റീന, തോന്നി. അതെനിക്ക് തോന്നി. ഇങ്ങോട്ട് വാ. മലയാളത്തിൽ സത്യം പറഞ്ഞ നിങ്ങളെ കൊണ്ട് എനിക്ക് അങ്ങ് തലവേദന. എനിക്ക് സഹിക്കാൻ പറ്റും. സാർ ഒന്ന് റെസ്റ്റ് എടുത്തോ 2 മിനിറ്റ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ച് കണ്ടല്ലോ. റംസാന്റെ കോൺഫിഡൻസ് കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. ഓക്കെ, ചിത്രത്തിൽ നമ്മളിത് കണ്ടതിനിടയിൽ കുറച്ച് ഫ്ലവർ വേസസ് കാണിച്ചത് അല്ലേ? ആ ഫ്ലവർ വേസിൽ മഞ്ഞ നിറത്തിലുള്ള എത്ര ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു? യെല്ലോ കളറിലുള്ള എത്ര ഫ്ലവർ വേസ് ഉണ്ടായിരുന്നു? ഫ്ലവേഴ്സ് അല്ല, ഡാർക്ക് ബ്ലൂ ഉണ്ടായിരുന്നു, റോയൽ ബ്ലൂ ഉണ്ടായിരുന്നു, ലൈറ്റ് ബ്ലൂ ഉണ്ടായിരുന്നു, പിങ്ക് ഉണ്ടായിരുന്നു, ഒരു യെല്ലോ ഉണ്ടായിരുന്നു അല്ലേ? ഓറഞ്ച് യെല്ലോ, പിങ്ക് യെല്ലോ. യെല്ലോ ഇപ്പൊ ഒന്നല്ലേ? യെല്ലോ ഒന്നുള്ളൂ, ബാക്കി അതിന്റെ വേറെ ഷെയ്ഡ്സ് അല്ലേ? പറഞ്ഞോളൂ. താങ്കളല്ലേ CI? നമ്മള് കോൺസ്റ്റബിൾ ആണല്ലോ. അതെ, ധൈര്യമായിട്ട് പറ. ഒരു യെല്ലോ ഉണ്ടായിരുന്നുള്ളൂ, മറ്റേത് ഓറഞ്ച് ആയിരുന്നു. ഒരു യെല്ലോ, മറ്റേത് ഓറഞ്ച്, മറ്റേത് കുറച്ച് വേറെ ഷെയ്ഡ് ആയിരുന്നു ആക്ച്വലി. ഒരു യെല്ലോ. ഒരു യെല്ലോ. നിങ്ങള് ഉത്തരം ഒരു യെല്ലോ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ? ഇവരെല്ലാരും ഒരു യെല്ലോ എന്ന് പറയുമ്പോ അപ്പൊ ഒരു യെല്ലോ അല്ലേ ഉള്ളൂ? നോക്ക്. ഇത്രയും കൺഫ്യൂഷനില് പിന്നെ നീ നേരത്തെ 2-3 കളർ പറഞ്ഞു. അത് അതിലേ ഇല്ല. എന്തായാലും നമുക്ക് കളിക്കാൻ പോകുന്നതിന് മുമ്പ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കാര്യം ചോദിക്കട്ടെ. ചാക്കോച്ചൻ വീണ്ടും ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുന്ന സിനിമ അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു രണ്ടുപേരുടെയും? അടിപൊളിയായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. റംസാൻ എത്ര കുറെ ഇതാണോ, അതായത് ഒരു മെയിൻ ലെങ്ത് ഉള്ള ക്യാരക്ടറാണോ? എങ്ങനെയാണ്? എനിക്ക് ബേസിക്കലി ഇത് ഓഡിഷൻ എന്നെ വിളിച്ചതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഡീറ്റെയിൽസ് എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നപ്പോ മാർട്ടിൻ ചേട്ടനാണ് പ്രൊഡ്യൂസർ. ഓഹോ, ചാക്കോച്ചനാണ് നായകൻ. അപ്പോ എന്നെ സംബന്ധിച്ച് ലൈക്ക് ആസ് എ നോർമൽ ഹ്യൂമൻ ബീങ് ഞാൻ എപ്പോഴും റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എങ്ങനെ ഡ്രീമിന് അച്ചീവ് ചെയ്യാൻ പറ്റും. അവസാനത്തെ ചാത്തം കണ്ട മനസ്സിലായി, വളരെ നോർമൽ ആയിട്ട്. ഇല്ല, അപ്പൊ ആക്ച്വലി നമ്മുടെ ആഗ്രഹങ്ങളാണല്ലോ നമ്മൾ എത്തിക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു പരിപാടിയായിരുന്നു ചാക്കോച്ചന്റെ കൂടെ എവിടെയെങ്കിലും ഒരു വേദിയിൽ പെർഫോം ചെയ്യാന്നുള്ളത്. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഓൾറെഡി നടന്നു. ആക്ഷൻ അടിച്ചിട്ടുണ്ട്. താങ്ക് യു. ഇനി അങ്ങോട്ടും അത് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഗുണമാവട്ടെ. അപ്പോ ഗെയിം എന്താണ് ഗെയിം എന്ന് ആദ്യം കാണാം. അതിനുശേഷം നിങ്ങൾ ആരാണ് പോകുന്നതെന്ന് തീരുമാനിക്കും. ഓക്കെ, റെഡി? മീനാക്ഷി, ഇവിടെ ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സിന്റെ ലേബൽ ഉണ്ടാകും. അപ്പം ആ ലേബലോട് ചേർത്തിട്ട് ഇങ്ങോട്ട് വാ പേരൊക്കെ ഇങ്ങനെ മാച്ച് ചെയ്ത് വെക്കാം. ഒരു മാച്ച് ദ ഫോളോയിങ് പരിപാടി ചെയ്യാം. അപ്പം ഈ ഒരു ടാസ്കിന്റെ പേരാണ് പഴപ്രശ്നം. ഓക്കെ, അപ്പം എന്തായാലും ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിട്ടാപ്പള്ളിയിൽ നൽകുന്ന ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട് ഇവിടെ. അതിൽ നിന്നും റെഡ് റിബൺ കിട്ടിയിട്ടുള്ള കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും ഗിഫ്റ്റ് എടുത്തിട്ടില്ല. അവരെ അടക്കത്തിലേക്ക് കടക്കുക. എന്താ ചിരിക്കുന്നത്? അവിടെ മറ്റേ മസാജ് ഒക്കെ തുടങ്ങി. അത് കേട്ടപ്പോ റംസാൻ ഓണോ വേണ്ടെന്ന് റംസാൻ റെഡി? ഓടൂ, വാരൂ, നേടൂ, ഗോ. എന്റെ പൊന്ന്, സൂപ്പർ സൂപ്പർ. ഓക്കെ, ഇതുവരെ തേപ്പ് കിട്ടിയിട്ടില്ല റംസാനെ? തേപ്പ് കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടം. അപ്പോ ഇത് മാറ്റി ഓടി വാരി നേടുന്ന അടിച്ചു വാരി നേടി എന്നാണ് പറയാൻ. എന്താണെന്ന് അറിയാതെ എമർജൻസി ലാമ്പ്. ഓക്കെ, ഇതിന്റെ കൂടെ ഒരു ഇൻഡക്ഷൻ കുക്കർ, 2 ബേണർ ടോപ്പ്.
രണ്ടുപേർക്ക് വേണ്ടി. എങ്ങാനും ഗ്യാസ് തീർന്നു പോയാൽ വീണ്ടും ഇൻഡക്ഷനിൽ വരെ കുക്കി. അതെ, ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങാം. മൊത്തത്തിൽ ക്ലൗഡായിട്ടുണ്ട് സാലോ. അടിപൊളി. കലക്കി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.